ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടം ദിനത്തിൻ്റെ ഒരു മോർണിംഗ് വ്ലോഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ട് അടിക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് നേരെ പോയി കുളിച്ചു കേട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ട് വിളക്ക് വയ്ക്കുകയാണ്. അപ്പോൾ തലേ ദിവസത്തെ പൊടി അതൊക്കെ ഉണ്ടാകുന്നതൊക്കെ കളഞ്ഞ് വിളക്ക് കൊളുത്തിയിട്ടോ. ഇന്നലെ രാത്രി തുടങ്ങിയതാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ നമ്മുടെ അകത്തളത്തിൽ വെള്ളം വീണ് കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്നിട്ട് തന്നെ ഫീൽ ചെയ്യാം കേട്ടോ മഴ പെയ്യുന്നത്. പിന്നെ ഞാൻ കുറിയൊക്കെ ഇട്ടിട്ട് നേരെ അടുക്കളയിൽ പോയി ആദ്യം തന്നെ തീ കത്തിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. ചോറ് അടുപ്പത്ത് വെക്കാൻ വെച്ചിട്ടാണ്. കുറച്ച് വേവ് അധികം ഉള്ളതാണ്. അപ്പോൾ പിന്നെ അതവിടെ കടന്ന് വേവുമല്ലോ. ബാക്കി കറികളും കാര്യങ്ങളൊക്കെ ഗ്യാസുമ്മയാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യം നല്ല ചൂടായി ഇരിക്കുന്ന വിറകുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ. അപ്പോൾ അത് എടുത്തിട്ട് കത്തിക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ അങ്ങനെ വിറകൊക്കെ വെച്ച് തീ കത്തിച്ചിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം കൂടി വെച്ചു കിട്ടും. തീ ഒന്ന് കത്തി കിട്ടിയാൽ പിന്നെ അങ്ങനെ കത്തി ഇരുന്നോളും. അപ്പം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ വേഗം പോയിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടു. അധികം ഇവിടെ ഡൈനിങ് ടേബിളിൽ ആരും ഇരുന്ന് ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ ഏട്ടനൊക്കെ ഉള്ളപ്പോഴാണ് എപ്പോഴെങ്കിലും ഒന്ന് വന്നിരിക്കുക. അപ്പോൾ അതിൽ ചെറിയൊരു പൂപ്പൽ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. മഴക്കാലം കൂടിയല്ലേ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പം ഇന്ന് തറവാട്ടിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഓണം കൂടുന്നത്. പിന്നെ ഞാൻ കുറച്ച് ചുക്കുവെള്ളം ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി തലേ ദിവസം, അതായത് പൂരാടത്തിൻ്റെ അന്ന് രാത്രി തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചു. പിന്നെ ആദ്യം തന്നെ മോരുകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഞാൻ മത്തൻ നുറുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നുറുക്കി വെച്ചതിന് ശേഷം കുക്കറിൽ അടുപ്പത്ത് വെക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചുക്കുവെള്ളം ചൂടായി. അപ്പം ഞാൻ അത് ജഗ്ഗിലാക്കി വെച്ചു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് ചായയും കൂടി ഒന്ന് ഉണ്ടാക്കി കുടിച്ചു. കട്ടൻ ചായയാണ്. പാല് കൊണ്ടുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ചായയും കൂടി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അരി ഇട്ടു. അപ്പോഴേക്ക് വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അരി ഇടൽ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് തീ കത്തിച്ചാൽ കൊടുത്താൽ മതിയല്ലോ. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് വെളിച്ചം വന്നപ്പോൾ ഒന്ന് പുറത്ത് നോക്കിയിട്ട് നല്ല തണുപ്പുണ്ട്, മഴയുണ്ട്. അപ്പോൾ കണ്ടോ ചെറുതായിട്ട് ഇങ്ങനെ ചനിമ്പിന് ഇങ്ങനെ ചാറിയും കൊണ്ടിരിക്കുക. അപ്പോഴേക്കും എൻ്റെ ഇളയച്ചിയും കൂടി വന്നു കേട്ടോ. അപ്പോൾ അവൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾ തേങ്ങ ചിരകാനും ഓരോ പരിപാടിക്കൊക്കെ കൂടി. പിന്നെ അടുക്കളയത്തെ ഏകദേശം ഒന്ന് ഒതുങ്ങിയപ്പോൾ ഞാൻ പൂവിടാൻ വേണ്ടി ഇറങ്ങിയിട്ടോ. ആദ്യം തലേ ദിവസത്തെ പൂവൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ചാണകമൊക്കെ തേച്ച് സെറ്റാക്കിയിട്ടോ. മഴ ഇങ്ങനെ ചാറിയും കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളിന്ന് വലിയ പൂ കളറിന് വെച്ചിട്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ചെറുതായിട്ട് നമ്മുടെ തറയിലിട്ടു. പിന്നെ സിറ്റ് ഔട്ടിൽ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു ഏട്ടൻ കുറച്ച് പൂക്കൾ. അപ്പോൾ അതും കൊണ്ടും കൂടി ഇട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പൂവിടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പൂവിട്ടത്. പിന്നെ ഞാൻ വേഗം പോയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രാവിലെ. അത് കഴിച്ചു. പിന്നെ ഞങ്ങൾ സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇളയച്ചിയും ഞാനും അങ്ങനെ ഓരോ ഫോട്ടോകളൊക്കെ കുറച്ച് എടുത്തു കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ റെഡിയായപ്പോൾ ഒക്കെ നമ്മൾ ഡൈനിങ് ടേബിളിൽ ഓരോന്നായിട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഒക്കെ കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ അങ്ങോട്ട് വേസ്റ്റാക്കി കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഏകദേശം സാധനങ്ങൾ സെറ്റായതൊക്കെ ഞാൻ കൊടുന്നു വെച്ചു. പിന്നെ അതാ പായസം കൂടി വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. നമ്മൾ ഉണങ്ങല്ലരിയും കൊണ്ടാണ് പായസം വെക്കുന്നത്. അപ്പോൾ അത് കുക്കറിലിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ശർക്കരയും ഒഴിച്ചിട്ട്, പിന്നെ ശർക്കര പാനി ഒഴിച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ. പിന്നെ കുറച്ച് പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് പുഴുങ്ങി. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി കേട്ടോ. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും കുട്ടികൾ വിശക്കുമെന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും വന്നപ്പോൾ വേഗം കഴിക്കാൻ തുടങ്ങി കേട്ടോ. കുട്ടികൾക്കൊക്കെ താഴെ ഇല ഇട്ടിട്ട് അവിടെ ഇരുത്തി. പിന്നെ അച്ഛനും അമ്മയും ഏട്ടനും കൂടി ഡൈനിങ് ടേബിളും ഇരുന്നു. പിന്നെ ഞങ്ങളും കൂടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.